റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി മനസ്സ് വച്ചാൽ യുദ്ധം ഉടനെ അവസാനിപ്പിക്കാമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സെലൻസ്കിയുമായുള്ള വൈറ്റ് ഹൌസ് ചർച്ചകൾ നടക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെയാണ് ഈ ഓർമ്മപ്പെടുത്തൽ എന്നതാണ് ശ്രദ്ധേയം. യുക്രൈന് നാറ്റോയിൽ പ്രവേശനം നൽകില്ലെന്ന് വ്യക്തമാക്കിയ ട്രംപ് സെലൻസ്കിയോട് ക്രിമിയൻ ഉപദ്വീപ് ഉപേക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ടു. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണം. 2014 റഷ്യ യുക്രൈനിൽ നിന്ന് ക്രിമിയെ പിടിച്ചെടുത്തത്. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിക്ക് വേണമെങ്കിൽ റഷ്യയുമായുള്ള യുദ്ധം ഉടനടി അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പോരാട്ടം തുടരാം. ഇതെങ്ങനെയാണ് തുടങ്ങിയതെന്ന് ഓർക്കുക. ഒബാമ നൽകിയ ക്രിമിയ തിരികെ ലഭിക്കില്ല. യുക്രൈൻ നാറ്റോയിൽ ചേർക്കുകയുമില്ല. ചില കാര്യങ്ങൾ ഒരിക്കലും മാറില്ല, ട്രംപ് കുറിച്ചു. അലാസ്കയിൽ വെള്ളിയാഴ്ച റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് ട്രംപ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഉടനടി വെടിനിർത്തൽ എന്നതിനു പകരം നേരെ സമാധാന ഉടമ്പടി ഉണ്ടാക്കുകയാണ് നല്ലതെന്ന് അലാസ്കയിൽ നിന്ന് വാഷിംഗ്ടണിലേക്ക് മടങ്ങവേ ട്രംപ് പറഞ്ഞിരുന്നു. ഇംഗ്ലണ്ടിലെ രോഗികൾക്ക് വൈകുന്നേരങ്ങളിലും വാരാന്ത്യങ്ങളിലും MRI സ്കാനുകൾ, എൻഡോസ്കോപ്പികൾ തുടങ്ങിയ പ്രധാനപ്പെട്ട പരിശോധനകളിലേക്ക് കൂടുതൽ സമയം അനുവദിച്ച സർക്കാർ. ഔട്ട്ഡോർ സേവനങ്ങൾ നൽകുന്ന കമ്മ്യൂണിറ്റി ഡയഗ്നോസ്റ്റിക് സെന്ററുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതിനു ശേഷം ഇംഗ്ലണ്ടിൽ 170 CDCകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവ പലപ്പോഴും ഷോപ്പിംഗ് സെന്ററുകളിലും ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിലും യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലും പ്രവർത്തിക്കുന്നു. രോഗികൾക്ക് അവരുടെ GPയുടെയോ ആശുപത്രികളിലെ ക്ലിനിക്കൽ ടീമുകളുടെയോ റഫറൽ വഴി അവയിലേക്ക് പ്രവേശിക്കാൻ കഴിയും. 100 CDCകൾ ദിവസത്തിൽ 12 മണിക്കൂറും ആഴ്ചയിൽ 7 ദിവസവും തുറന്നിരിക്കുന്നതായി സർക്കാർ വെളിപ്പെടുത്തി. 2024 ജൂലൈയെ അപേക്ഷിച്ച് അത്തരം പ്രവർത്തന സമയങ്ങളുള്ള 37 CDCകളുടെ വർധനവ് സേവനം രോഗികൾക്ക് കൂടുതൽ വേഗത്തിലുള്ള രോഗനിർണയ പ്രവേശനം അനുവദിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ സൗകര്യപ്രദമായ പരിചരണം നൽകാനുള്ള നീക്കം ഗവൺമെന്റിന്റെ മാറ്റത്തിനായുള്ള പദ്ധതിയുടെ ഭാഗമാണ്. അത് പറയുന്നത് ആരോഗ്യ സംരക്ഷണത്തെ പരിവർത്തനം ചെയ്യാനും NHSനെ ഭാവിക്ക് അനുയോജ്യമാക്കാനും ലക്ഷ്യമിടുന്നു. കമ്മ്യൂണിറ്റി അധിഷ്ഠിത സേവനങ്ങളുടെ വിപുലീകരണം സമീപനത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. രാവിലെ MRI സ്കാനുകൾ മുതൽ വൈകുന്നേരത്തെ രക്തപരിശോധന വരെ കമ്മ്യൂണിറ്റി ഡയഗ്നോസിസ് സെന്ററുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ച് രോഗികളെ ഒന്നാമതെത്തിച്ചുകൊണ്ട് അവർക്ക് ഏറ്റവും ആവശ്യമുള്ളിടത്ത് ഞങ്ങൾ രോഗികളെ കണ്ടുമുട്ടുന്നു എന്ന് ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് സ്ട്രീറ്റിംഗ് പറഞ്ഞു. 2025-26 5 CDCകൾ കൂടി നിർമ്മിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. കൂടാതെ വൈകുന്നേരങ്ങളിലും വാരാന്ത്യങ്ങളിലും എല്ലാ CDCകളുടെയും പ്രവർത്തന സമയം നീട്ടാനും പദ്ധതിയുണ്ട് എന്നും വ്യക്തമാക്കുന്നു. അയർലൻഡിലെ ഇന്ത്യൻ പൗരന്മാർ കരുതലോടെ യാത്രകൾ ചെയ്യണമെന്ന എംബസിയുടെ മുന്നറിയിപ്പിന് പിന്നാലെ വീണ്ടും വംശീയാക്രമണം. ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്ന 22 വയസ്സുകാരനായ ഇന്ത്യൻ യുവാവിനെ വംശീയമായും ശാരീരികമായും ഐറിഷ് കൗമാരക്കാർ ആക്രമിക്കുകയായിരുന്നു. തുടർന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ റെഡിറ്റിൽ തനിക്കുണ്ടായ ദുരനുഭവം പങ്കുവച്ച് എത്തുകയായിരുന്നു ഇന്ത്യൻ യുവാവ് ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ അവിടെ ഐറിഷ് കൗമാരക്കാരെ കൂടാതെ മറ്റ് 2 ഐറിഷ് പൗരന്മാരും ബ്രൗൺ നിറമുള്ള ഒരാളും ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്നു. എന്നാൽ കൗമാരക്കാർ തന്നെ ആക്രമിക്കുന്നത് കണ്ടിട്ടും ചുറ്റുമുണ്ടായിരുന്നവരാരും തനിക്ക് വേണ്ടി പ്രതികരിച്ചില്ല എന്നും യുവാവ് റെഡിറ്റിൽ പറയുന്നുണ്ട്. ഈ പോരാട്ടത്തിൽ നമ്മൾ ഓരോരുത്തരും തരിച്ചാണ്, ധൈര്യമായിരിക്കൂ എന്നാണ് യുവാവ് പോസ്റ്റിൽ പറയുന്നത്. അടുത്തിടെ അയർലൻഡിൽ ഇന്ത്യൻ പൗരന്മാർക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ദിവസങ്ങൾക്ക് മുമ്പ് വീടിന് പുറത്ത് കളിക്കുകയായിരുന്ന മലയാളി പെൺകുട്ടിയോട് ഒരു പറ്റം ആൺകുട്ടികൾ വൃത്തികെട്ട ഇന്ത്യക്കാരി നീ മടങ്ങിപ്പോകൂ എന്ന ആക്രോശത്തോടെ ആക്രമിക്കുകയായിരുന്നു. കുട്ടിയുടെ അമ്മയായ അനുപമ അച്യുതന്റേത് അടുത്തിടെ ഐറിഷ് പൗരത്വം ലഭിച്ച കുടുംബമാണ്. വാട്ടർഫോർഡിലാണ് ഈ കുടുംബം താമസിക്കുന്നത്. കഴിഞ്ഞ 4 നൂറ്റാണ്ടായി അയർലൻഡിൽ കഴിയുന്ന ലക്വീർ സിംഗ് തന്റെ കാറിൽ ആക്രമിക്കപ്പെട്ടത് തിരിച്ച് തന്റെ നാട്ടിലേക്ക് മടങ്ങുമെന്ന ആക്രോശം കേട്ടുകൊണ്ടാണ്. തന്റെ ടാക്സി കാറിൽ കയറിയ 2 ചെറുപ്പക്കാർ ഒരു പ്രകോപനവുമില്ലാതെയാണ് ലക്വീറിനെ ആക്രമിച്ചത്. ജൂലൈ 19 ഒരു ഇന്ത്യക്കാരൻ ആക്രമിക്കപ്പെട്ട നടുക്കം മാറും മുമ്പെയാണ് ഡോക്ടർ സന്തോഷ് യാദവ് എന്ന വ്യക്തിയും ആക്രമിക്കപ്പെട്ടത്. ജൂലൈ പാതിയോടെ ആരംഭിച്ച സെപ്റ്റംബർ ആദ്യം അവസാനിക്കുന്ന ഹോളിഡേ സീസണിൽ നാട്ടിൽ പോകുന്ന മലയാളികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വിമാന ടിക്കറ്റ് താങ്ങാനാവാത്തതാണ്. അതിന് പരിഹാരവുമായി ബ്രിട്ടൻ എത്തുന്നു. പ്രധാന ഹോളിഡേക്ക് പുറമെ 2 ആഴ്ച നീളുന്ന മറ്റൊരു ഹോളിഡേ കൂടി നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇതനുസരിച്ച് ഒക്ടോബർ അവസാന വാരത്തെ ഹാഫ് ടൈം ഹോളിഡേ 2 ആഴ്ചയായി നീട്ടും. അത്യാവശ്യക്കാർക്ക് ഈ സമയത്ത് നാട്ടിൽ പോയാൽ മതിയാവുമെന്ന സാഹചര്യം ചെലവ് കുറയ്ക്കാൻ കാരണമാകും. ചെലവ് കുറഞ്ഞ ഒഴിവുകാല യാത്രകൾ സാധ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ ആവിഷ്കരിക്കുന്ന ഈ പദ്ധതിക്കെതിരെ കടുത്ത വിമർശനവും ഉയരുന്നുണ്ട്. ഇത് അധ്യാപകരുടെ ജോലി കുറയ്ക്കുകയും അതേസമയം വിദ്യാഭ്യാസത്തെ തകർക്കുകയും ചെയ്യുമെന്നാണ് പ്രധാന ആരോപണം. മാത്രമല്ല, ഈ അധിക അവധിക്കാലത്ത് കുട്ടികളെ നോക്കാൻ മിക്ക മാതാപിതാക്കൾക്കും സമയം ലഭിച്ചേക്കില്ലെന്നും ചൈൽഡ് കെയറിനായി അധിക തുക ചെലവഴിക്കേണ്ടി വന്നേക്കുമെന്നും ഈ നയത്തിന് എതിർക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. ഈ വർഷത്തെ ഓണക്കിറ്റുകൾ ഓഗസ്റ്റ് 26 മുതൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്തു തുടങ്ങും. എന്നാൽ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യമായി ഓണക്കിറ്റ് വിതരണം ചെയ്യില്ല. അത്തരത്തിലുള്ള പ്രചാരണം വസ്തുതാപരമല്ലെന്ന് ഭക്ഷ്യവകുപ്പ് തന്നെ അറിയിച്ചിട്ടുണ്ട്. അന്ത്യോദയ അന്നയോജന റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഭക്ഷ്യക്കിറ്റ് സൗജന്യമായി വിതരണം ചെയ്യുക. തുണിസഞ്ചി ഉൾപ്പെടെ 15 ഇനം സാധനങ്ങളാണ് ഓണക്കിറ്റിൽ ഉണ്ടായിരിക്കുക. പഞ്ചസാര 1 കിലോ, വെളിച്ചെണ്ണ 1/2 ലിറ്റർ, തുവരപ്പരിപ്പ് 280 ഗ്രാം, ചെറുപയർ പരിപ്പ് 280 ഗ്രാം, വൻപയർ 280 ഗ്രാം, കശുവണ്ടി 80 ഗ്രാം, നെയ്യ് 80,
ml, തേയില 250 ഗ്രാം, പായസ മിക്സ് 200 ഗ്രാം, സാമ്പാർ പൊടി 100 ഗ്രാം, ശബരിമുളക് 100 ഗ്രാം, മഞ്ഞൾപ്പൊടി 100 ഗ്രാം, മല്ലിപ്പൊടി 100 ഗ്രാം, ഉപ്പ് 1 കിലോ എന്നിവയാണ് സാധനങ്ങൾ. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പ്രിൻസിപ്പൽമാർ ക്ലർക്കിന്റെ ജോലികൾ കൂടി ചെയ്യേണ്ടി വരുമെന്ന ഉത്തരവുമായി കേരള വിദ്യാഭ്യാസ വകുപ്പ്. സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നതിനാൽ പുതിയ തസ്തികകൾ അനുവദിക്കാൻ കഴിയില്ലെന്നും ക്ലർക്കുമാരുടെ ജോലികൾ കൂടി പ്രിൻസിപ്പൽമാർ ചെയ്യണമെന്നുമാണ് ഉത്തരവിലുള്ളത്. ഈ ഉത്തരവിൽ അധ്യാപക സംഘടനകളിൽ നിന്നും വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. വളയഞ്ചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അപേക്ഷയ്ക്ക് മറുപടിയായിട്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ ഉത്തരവ് പുറത്തിറക്കിയത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒരു മുഴുവൻ സമയ ക്ലർക്കിന്റെ ആവശ്യമില്ലെന്നും പ്രിൻസിപ്പൽമാരുടെ അധ്യാപന സമയം ആഴ്ചയിൽ 8 പീരീഡായി കുറച്ചത് ഈ അധിക ജോലികൾ കൂടി ചെയ്യാനാണെന്നും ഉത്തരവിൽ പറയുന്നു. ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് ശരാശരി ഒരു ദിവസം 2 മണിക്കൂറിൽ കൂടുതൽ ജോലി ഭാരമില്ലെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ നീക്കം സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള സർക്കാരിന്റെ ശ്രമമാണെന്ന് ഉത്തരവിലുണ്ട്. ഒരു സ്കൂളിന് ക്ലർക്ക് തസ്തിക അനുവദിച്ചാൽ മറ്റ് സ്കൂളുകളും ഇതേ ആവശ്യം ഉന്നയിക്കാൻ സാധ്യതയുണ്ടെന്നും അത് സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. ക്ഷേമ പെൻഷൻ വിതരണം ഈ ആഴ്ച ആരംഭിക്കുമെന്ന് വിവരം. ഓഗസ്റ്റ് 19 സർക്കാർ 2000 കോടി രൂപ കടമെടുക്കും. അതിന് പിന്നാലെ 20 മുതൽ പെൻഷൻ വിതരണം ചെയ്യാൻ ആരംഭിക്കുമെന്നാണ് വിവരം. റിസർവ് ബാങ്കിന്റെ ഇക്യുബേർ പ്ലാറ്റ്ഫോം വഴി ജൂലൈ 1 കടമെടുക്കുമെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ. ഈ പെൻഷനൊപ്പം ഗഡു കുടിശ്ശിക കൂടി വിതരണം ചെയ്തേക്കും. ക്ഷേമ പെൻഷൻ നൽകാനായി രൂപീകരിച്ച കമ്പനിക്ക് 23,000 കോടി രൂപയോളമാണ് സർക്കാർ നൽകാനുള്ളതെന്ന് വിവിധ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. വീട്ടിൽ പെൻഷൻ എത്തിച്ച് നൽകുന്നയാൾക്ക് 6 മാസത്തെ പണം ലഭിച്ചില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. 62 ലക്ഷത്തോളം ആളുകളാണ് കേരളത്തിൽ 1,600 രൂപ പെൻഷൻ വാങ്ങിക്കുന്നത്. 26 ലക്ഷത്തിലേറെ ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണമെത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി നേരിട്ട് വീട്ടിലെത്തിക്കും. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio